KSEB വർക്കർ പോസ്റ്റിലേക്ക് 985 ഒഴിവുകൾ കേരള PSC റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓൾറെഡി ഈ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയുടെ താഴെ നേരെ വന്ന കമൻറ്റാണ്, അതായത് ഈ വേക്കൻസി ഒക്കെ പഴയ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്കുള്ളതാണ് എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 985 എന്ന് പറയുന്നത് വരാനിരിക്കുന്ന എക്സാമിലുള്ള ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള വേക്കൻസി തന്നെയായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് കൂടാതെ വരാനിരിക്കുന്ന KSEB വർക്കറിൽ 985 ഒഴിവുകൾ മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ KSEB വർക്കർ പോസ്റ്റിൽ 2000-ലധികം പോസ്റ്റിൻ്റെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. അതായത് ഈ 985 വേക്കൻസിയാണ് ഇപ്പം നിലവിൽ എന്ത് ചെയ്യുന്നത് കേരള PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് നോട്ടിഫിക്കേഷൻ വരും. ഇനിയും ഒരുപാട് ആളുകൾക്ക് ഇതൊരു എന്താ പറയുക, നോട്ടിഫിക്കേഷൻ വരില്ല, അടുത്ത കൊല്ലാണ്, അതിൻ്റെ അടുത്ത കൊല്ലാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകളോടൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. 985 വേക്കൻസികൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നതോടുകൂടി കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ വരും. ഇനി അധികം വൈകാൻ സാധ്യതയില്ല. അതിന് ചില കാരണങ്ങളൂടി പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ഇപ്പോൾ ഈ വർക്കർ പോസ്റ്റിൽ 2000-ലധികം വേക്കൻസിയുടെ വർക്കർ പോസ്റ്റിൻ്റെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളതാണ് KSEB വർക്കേഴ്സ് അസോസിയേഷൻ്റെ കണ്ടെത്തൽ. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ഈ ഒരു ന്യൂസ് പേപ്പർ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒരു വാർത്ത കേരള കൗമുദിയിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ്. KSEB വർക്കർ 985 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വനിതകൾക്കും അപേക്ഷിക്കാം, വനിതകൾക്കും അപേക്ഷിക്കാം എന്നുള്ള ക്രൈറ്റീരിയ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് KSEBയിൽ വർക്കർ തസ്തികയിൽ 985 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചു. ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യാൻ ഇലക്ട്രിക്കൽ സർക്കിളുകളിലെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകി. വർക്കർ നിയമത്തിന് നേരത്തെ ഇറക്കിയ ഉത്തരവിലെ യോഗ്യതകൾക്ക് പുറമെ ശാരീരിക യോഗ്യത, അതായത് ഈ പോസ്റ്റ് കയറുന്ന ഒരു കാര്യം, നിശ്ചിത സമയത്തിനുള്ളിൽ കയറാനുള്ള കഴിവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8 മിനിറ്റിനുള്ളിൽ 9 മീറ്റർ വൈദ്യുത തുണിൽ കയറാനും ഇറങ്ങാനും കഴിയണം എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയത്. ഇനി അടുത്ത പോയിന്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിലവിൽ 2000-ലധികം ഒഴിവുകൾ, അധികം വർക്കർമാരുടെ ഒഴിവുകളാണുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. 2000-ലധികം ഒഴിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട് വർക്കർ പോസ്റ്റിൽ ഇപ്പോൾ ഉണ്ട്. എന്നാൽ എത്രയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? 985. സ്വാഭാവികമായിട്ടും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുക. ഒറ്റയടിക്ക് 2000 ഒരിക്കലും എന്ത് ചെയ്യില്ല, റിപ്പോർട്ട് ചെയ്യില്ല. ഘട്ടം ഘട്ടമായിട്ട് ഈ 2000 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഉപഭോക്താക്കൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ സേവനം ലഭ്യമാക്കിയില്ലെങ്കിൽ KSEB നഷ്ടപരിഹാരം നൽകണം എന്ന പുതിയ ചട്ടം റെഗുലേറ്ററി കമ്മീഷൻ പുറത്തിറക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുഴുവൻ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് KSEBയുടെ വർക്കേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ളത്. അതായത് റെഗുലേറ്ററി കമ്മീഷൻ്റെ പുതിയൊരു തീരുമാനം തീർച്ചയായിട്ടും ഈ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ KSEBയിലൊക്കെ ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് ആ സർവീസ് ലഭിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു റൈറ്റ് തന്നെയാണ്, അല്ലേ? അല്ലെങ്കിൽ നമുക്കത് ലഭിക്കേണ്ടതാണ്. കാരണം നമ്മൾ ആ സർവീസിനുള്ള എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളത് നല്ല രീതിയിൽ പെയ്ഡ് ആയിട്ട് സർവീസാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യസമയത്തിനുള്ളിൽ, അതായത് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ആ സർവീസ് കിട്ടിയിട്ട് കാര്യമല്ല, അല്ലേ? ആ സർവീസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള ഒരു പുതിയ റൂൾ വന്നതുകൊണ്ട് തന്നെ വേക്കൻസീസ് എല്ലാം ഇത് ഈ വർക്കർ പോസ്റ്റിൽ മാത്രമായിരിക്കില്ല, ഒരുപക്ഷെ KSEB സബ് എഞ്ചിനീയറിലും KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറിലും അങ്ങനെ KSEBയിലെ എല്ലാ പോസ്റ്റുകളിലും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ 985 ഒഴിവുകളുണ്ടല്ലോ, അതിൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 985 ഒഴിവിലേക്ക് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ 985 ഒഴിവുകൾ എങ്ങനെയാണ് വിവിധ ജില്ലകളിലായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എറണാകുളത്ത് 139, കോഴിക്കോട് 117, ട്രിവാൻഡ്രം 101. ഇനി ബാക്കിയുള്ള ജില്ലകൾ നോക്കുകയാണെങ്കിലോ, ഇടുക്കിയിൽ 96, കണ്ണൂർ 73, ആലപ്പുഴ 70, പാലക്കാട് 68, കോട്ടയം 64, മലപ്പുറം 64, തൃശ്ശൂർ 62, കൊല്ലം 49, കാസർഗോഡ് 32, വയനാട് 26, പത്തനംതിട്ട 24. എന്ന് വെച്ചാൽ ഈ വേക്കൻസീസ് 3 ജില്ലകളിലാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. 3 ഡിസ്ട്രിക്റ്റ്, എറണാകുളം, കോഴിക്കോട്, ട്രിവാൻഡ്രം, ഈ 3 ജില്ലകളിലായിട്ടാണ് 36% ഒഴിവുകളും വന്നിരിക്കുന്നത്. ഇനി ഞാൻ KSEB വർക്കറിൻ്റെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ വീഡിയോയുടെ താഴെയിട്ടുള്ള ഒരാൾ ചെയ്ത കമൻറ്റാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുള്ള ഒരു കമൻറ്റാണ്. അതായത് വർക്കർ പോസ്റ്റിലേക്ക് പ്രത്യേകിച്ച് പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് PSC അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആലോചിച്ചപ്പോൾ ചിലപ്പോൾ ഒരുപാട് 5000-6000 വേക്കൻസി ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് IT ഇലക്ട്രീഷ്യൻ കഴിഞ്ഞാൽ എല്ലാ ആളുകളും അപ്ലൈ ചെയ്താൽ എല്ലാവർക്കും ജോലി കിട്ടുന്ന ഒരു സംവിധാനമൊക്കെ ആയിരിക്കുമോ എന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജില്ലയിൽ നമ്മൾ നോക്കുമ്പോൾ 139, 117, 101 അങ്ങനെയൊക്കെ വേക്കൻസി ഉള്ളത്. ഇതൊരു സ്റ്റേറ്റ് ലെവൽ റിക്രൂട്ട്മെൻ്റ് അല്ല, ഡിസ്ട്രിക്ട് ലെവൽ റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്, ഡിസ്ട്രിക്ട് ലെവലിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ജില്ലയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു ചിന്തയാണ്,
എന്നാൽ പിന്നെ കൂടുതൽ വേക്കൻസി ഉള്ള ജില്ലയിൽ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കൂടുതൽ വേക്കൻസി ഉള്ള ജില്ലയിൽ ഒരു പക്ഷേ കൂടുതൽ അപ്ലിക്കൻസ് വരാൻ സാധ്യതയുണ്ട്, കോമ്പറ്റീഷൻ കൂടും. രണ്ടാമത്തെ കാര്യം, കേരള PSC യുടെ പുതിയൊരു അപ്ഡേറ്റ് ആയിരുന്നു. നിങ്ങളൊരു ജില്ലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ജോലി അവിടെ കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കരുത് എന്നുള്ള രീതിയിലൊരു പുതിയ റൂൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിലേക്ക് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് വേണം ജില്ല സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് കോമ്പറ്റീഷൻ ഒരിക്കലും എന്തല്ല ഈസി അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് ജസ്റ്റ് പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഈ പോസ്റ്റ് കിട്ടാൻ പോകുന്നില്ല. നിങ്ങളൊരു സർക്കാർ ജോലിയാണ് എയിം ചെയ്യുന്നതെങ്കിൽ 2026 നിങ്ങളൊരു സർക്കാർ സർവീസിൽക്കാരൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ITI ഇലക്ട്രിക്കൽ ഓർ വയർമാൻ കഴിഞ്ഞിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഒരു സ്വപ്ന ജോലി തന്നെയായിട്ട് ഈ ജോലി കാണാവുന്നതാണ്. KSEB എന്ന് പറയുന്നത് ഏറ്റവും മികച്ച സാലറി സ്കെയിലുള്ള ഒരുപാട് അലവൻസുകളുള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഒരുപാട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമയമൊന്നും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 2000-ലധികം ആളുകളുടെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2000-ഓളം വർക്കർ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ആ ഷോർട്ടേജ് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരുപാട് സമയമൊന്നും പ്രിപ്പറേഷന് വേണ്ടി കാത്തിരിക്കരുത്. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചു കൊടുക്കുക. KSEB വർക്കർ പോസ്റ്റിലേക്ക് നമ്മൾ എൻട്രിയുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. KSEB വർക്കർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് പഠിച്ചു കൊടുക്കുക അല്ലേ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.